അടുത്ത നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണുള്ളത്. എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 1 0 0 0 ആൽഫ ബീറ്റ ദെൻ 0 ബീറ്റ ആൽഫ ആൻഡ് determinant of 2a whole cube equal to 2 raised to 21 നമുക്ക് തന്നിട്ടുണ്ട്. where alpha and beta belongs to z ആണ്. then a value of alpha, ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്താ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് വരും? ഡിറ്റർമിനന്റ് a ഈക്വൽ ടു നമുക്കറിയാം ഇതെല്ലാം 0 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒറ്റ ഒരു നമ്പർ മാത്രമേ ഈ റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു ആൽഫ into alpha square minus beta into beta square. അപ്പോൾ എന്ത് വരും? നമുക്ക് ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടി. ദെൻ അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അതുപോലെ എഴുതാം. നോക്കിയേ, ഡിറ്റർമിനന്റ് 2a whole cube equal to 2 raised to 21 എന്നാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെനെ നമ്മൾ പുറത്തെടുക്കും. കെ റൈസ് ടു എൻ ഇൻറ്റു ഡിറ്റർമിനന്റ് എ എന്നാണ് വരുന്നത്. വേർ എൻ ഈസ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് കെ എ എന്നാണല്ലോ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് 2. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 2നെ ഞാൻ പുറത്തെടുക്കുന്നു. 2നെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 2 റൈസ് ടു എൻ. വേർ എൻ എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഇവിടെ ഒരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് 2 ക്യൂബ് എന്നാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ബട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ക്യൂബ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ക്യൂബ് എന്ന് പറയുന്നത് ഈ 2വിനും ബാധകമാണ്, ഈ എയ്ക്കും ബാധകമാണ്. അത് മറക്കരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് 2വിനെ ഞാൻ പുറത്തെടുക്കുമ്പോൾ വെറുതെ 2 അല്ല പുറത്തെടുക്കുന്നത്, 2 ക്യൂബാണ് ഞാൻ പുറത്തെടുക്കുന്നത് അല്ലേ? അപ്പം 2 ക്യൂബ് ഞാൻ പുറത്തെടുക്കുമ്പോഴത്തേക്കിന് 2 ക്യൂബ് ദെൻ ഹോൾ ക്യൂബ്. ഓക്കെ, ദെൻ ഡിറ്റർമിനന്റ് എ ഹോൾ ക്യൂബ് ഈക്വൽ ടു 2 റൈസ് ടു 21. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് വരൂടാ? നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഇവിടെ 2 റൈസ് ടു 9 ആയിരിക്കും വരുന്നത് അല്ലേ? ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം നമുക്ക്. 2 റൈസ് ടു 9 ഇൻറ്റു ഡിറ്റർമിനന്റ് എ ഹോൾ ക്യൂബ് ഈക്വൽ ടു 2 റൈസ് ടു 21. ദെൻ ഇത് നോക്കിയാൽ മക്കളെ, 2 റൈസ് ടു 9ഉം 2 റൈസ് ടു 21ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനന്റ് എ ക്യൂബ് ഈക്വൽ ടു 2 റൈസ് ടു 12 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇവിടെ നമുക്ക് 3 ആണ്, ഇവിടെ നമുക്ക് 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 2 റൈസ് ടു 4 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 2 റൈസ് ടു 4 എന്ന് വന്നു. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 16 ആണ്. ദെൻ അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 16 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിതാ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ആൽഫയുടെ വാല്യൂ എന്താകും എന്നാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? 3, 5, 17, 9. അപ്പോൾ ഇതിലേതാണ് പോസിബിൾ എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, 5 സ്ക്വയർ മൈനസ് നോക്കിയേ മക്കളെ 3 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ദെൻ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 25 മൈനസ് 9 എന്ത് വരും? 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ പറയാം? ഇത് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു നമുക്ക് 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 5 എന്ന് എഴുതാൻ പറ്റും. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ 5 ഉണ്ട്. അന്നേരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ?